വെളിച്ചം, നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ, അമ്മേ നീ എൻ അഭയമല്ലേ. പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പി നമ്മുടെ എല്ലാവരുടെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുമ്പോൾ, അമ്മ മാതാവേ, ലോകത്തിലേക്ക് രക്ഷകനെ പകർന്നു നൽകുവാൻ ദൈവഹിതത്തോട് ചേർന്ന് നിന്ന പരിശുദ്ധ അമ്മേ, ഞങ്ങളിലുള്ള ഇരുളിനെ, അന്ധകാരത്തെ, തിന്മയുടെ ബന്ധനങ്ങളെ അകറ്റി പ്രകാശത്തിലേക്ക്, യേശുവാകുന്ന പ്രകാശത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ ചേർത്ത് വയ്ക്കുവാൻ അമ്മ മാതാവേ, ഇന്നിൻ്റെ ശുശ്രൂഷകളോടുകൂടെ ഞങ്ങളെ അമ്മ കൈപിടിച്ച് നടത്തണമേ. വിമല സങ്കേതം 7-ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നല്ല ദൈവത്തിന് പരിശുദ്ധ അമ്മയിലൂടെ നന്ദി പറയാം. കഴിഞ്ഞ ദിനങ്ങളിലൂടെ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇന്നിൻ്റെ ശുശ്രൂഷകളിലൂടെ എന്നിലെ അന്ധകാരത്തെ നീക്കി ഈശോയെ, നീയാകുന്ന വെളിച്ചം എന്നിലേക്ക് പകർന്നു നൽകണമേ. അമ്മ മാതാവേ, ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. പ്രിയപ്പെട്ട അമ്മയായി, സംരക്ഷകയായി, വഴികാട്ടിയായി. വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 2-ാം തിരുവചനം. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം വസിക്കുന്നതിനും നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പനയാണിത്. ഈശോയിൽ പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വിമല സങ്കേതം പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനാ ശുശ്രൂഷ അതിൻ്റെ 7-ാം ദിനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെ അനവധിയായ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഈശോ നൽകുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രിയമുള്ള ഒരു കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ വലിയ ദൈവാനുഗ്രഹത്തിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് നയിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. വലിയ ദൈവാനുഗ്രഹത്തിലേക്ക് ദൈവം നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് നയിക്കും. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം അപേക്ഷിക്കും. തീർച്ചയാണ്. ഓർക്കണം കേട്ടോ, നമ്മുടെ ഈ ശുശ്രൂഷയിൽ എല്ലാവരും ഒന്നിച്ച് പങ്കെടുക്കുവാനൊക്കെ ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് പകർന്നു കൊടുക്കണം. അവരെയും കൂടി ശുശ്രൂഷയുടെ ഭാഗമാക്കുവാനൊക്കെ ആയിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. അച്ഛനൊന്നും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ നാം കാണുകയുണ്ടായി, നിന്റെ വിളിയും നിയോഗവും അനുസരിച്ച് ജീവിക്കുക. വിളിയും നിയോഗവും ദൈവം എനിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന എൻ്റെ ജീവിത വിളിയിൽ ഏറ്റവും കൃപയോടെ അഭിഷേകത്തോടെ ജീവിക്കുക. ആ ദൈവ വിളിക്ക് തടസ്സം നിൽക്കുന്നത്, അതെൻ്റെ ഉത്തരവാദിത്ത നിർവഹണത്തിൽ എനിക്ക് വീഴ്ച വരുത്തുന്ന തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാനായിട്ട് പരിശ്രമിക്കണം. അതിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടണം. പ്രത്യേകിച്ച് ഇന്നലത്തെ ശുശ്രൂഷയിൽ നാം കാണുകയുണ്ടായി, ഒരപ്പനെന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ ഏതെല്ലാമാണ്, ഞാൻ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏതെല്ലാമാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ ദിനങ്ങളിൽ പ്രിയമുള്ളവരെ, സുവിശേഷത്തിൽ ഈശോ പറയുകയാണ്, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. ശിശുക്കളെ ഈശോ ചേർത്ത് പിടിക്കുമ്പോൾ അവരെ തടഞ്ഞു നിൽക്കുന്ന സ്ലീഹന്മാരോട് ഈശോ പറഞ്ഞ കാര്യമായത്. ഈശോയിൽ പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഈശോയുടെ വലിയൊരു അനുഗ്രഹമാട്ടോ. പരിശുദ്ധ അമ്മയുടെ നീലമേലങ്കിയുടെ വലിയ സംരക്ഷണം എല്ലാ മക്കളുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള മാതാപിതാക്കളെ ഓർക്കുക, ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൂടെ ഈ ശുശ്രൂഷയിലില്ല, പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വിദേശങ്ങളിൽ, ഭവനങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലൊക്കെ ആണെങ്കിൽ ആ മക്കളെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേക്ക്. ഇതിൻ്റെ ഒരു ലിങ്ക് അവർക്കൊന്ന് അയച്ചു കൊടുത്തേക്ക്. അവരോട് ഒന്ന് കൂടാനൊക്കെ ഒന്ന് പറയണം. കാരണം ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഓരോ മക്കളും. ദൈവം ഓരോ കുടുംബങ്ങളെയും സ്നേഹിക്കുന്നു എന്നതിൻ്റെ വലിയൊരു അടയാളമാണ് ഓരോ കുഞ്ഞുങ്ങളും. പ്രിയമക്കളെ, ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട്. ഈശോയുടെ പ്രിയമുള്ള മക്കളായിട്ട് ജീവിക്കണം. അതിന് തടസ്സം നിൽക്കുന്ന എല്ലാ മേഖലകളിൽ നിന്നും മാറി നിൽക്കണം. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ
ഈശോയുടെ ഒരു നല്ല മകനായി മകളായി ജീവിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് എന്തോ അതിൽ നിന്നും മാറി നിൽക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ കുഞ്ഞുമക്കളെ, ഈശോയിൽ സ്നേഹമുള്ള മക്കളെ, അച്ഛനൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ആരംഭിക്കുക. നിങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുന്നവരാണല്ലോ അല്ലേ? നിങ്ങളുടെ പഠന മേഖല ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു അരമണിക്കൂർ കൂടുതൽ ഏകാഗ്രതയോടെ പഠിക്കാൻ പറ്റുന്ന മക്കളുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിക്കേ, പപ്പയും മമ്മിയൊക്കെ ഒന്ന് കണ്ടോട്ടെ. ഇല്ലേ? അരമണിക്കൂർ സമയം അച്ഛൻ കുറയ്ക്കുക, ഒരു 20 മിനിറ്റ്. മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൈയൊക്കെ പൊങ്ങണുണ്ടോ ഒന്ന് നോക്കിയേ. പ്രിയമുള്ളവരെ, ഓർത്തേക്കണം കേട്ടോ, ഇനിയും സമയം കുറച്ചാൽ ചോദിക്കുന്ന എനിക്കും കേൾക്കണം നിങ്ങൾക്കും സങ്കടമാവും. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിന് സാധിക്കുന്നില്ല. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഈ നിമിഷങ്ങളിൽ നമ്മളൊന്ന് ചിന്തിച്ചു പോവുകയാണ്. എന്തുകൊണ്ട് എൻ്റെ പഠന മേഖലയിൽ എനിക്ക് ഏകാഗ്രത ലഭിക്കുന്നില്ല? അല്ലെങ്കിൽ എൻ്റെ ഏകാഗ്രതയെ നഷ്ടപ്പെടുത്തുന്നത് എന്തെല്ലാമാണ്? ഓർക്കണം കേട്ടോ, ദൈവ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം നൽകുന്നത്. അച്ഛനൊരു ഉദാഹരണം പറയാം. നിങ്ങളൊരു പരീക്ഷയ്ക്ക് പോവുകയാണ്. പ്രിയമുള്ള മക്കളെ ശ്രദ്ധിച്ചേ, നിങ്ങളൊരു പരീക്ഷയ്ക്ക് പോവുകയാണ്. സ്കൂളിലെത്തി അല്ലെങ്കിൽ കോളേജിലെത്തി, പരീക്ഷാ പേപ്പർ കിട്ടി, പരീക്ഷാ ഹാളിൽ ഇരിക്കുന്നു, പരീക്ഷാ പേപ്പർ കിട്ടി, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. നിങ്ങൾ വായിച്ച് നോക്കി, അത് നിങ്ങൾക്ക് ഉത്തരവൊക്കെ അറിയാം, വലിയ സന്തോഷമായി. പരീക്ഷ എഴുതി തുടങ്ങി. നമുക്കങ്ങനെ ഉത്തരവൊക്കെ അറിയാമെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസാണ് അല്ലേ? പരീക്ഷ എഴുതി തുടങ്ങി, ആദ്യത്തെ ചെറിയ ഉത്തരങ്ങളൊക്കെ എഴുതി, ഇങ്ങനെ മുന്നോട്ട് പോയി, വലിയ ഉത്തരങ്ങളിലേക്ക് എത്തി. 2 എണ്ണം എഴുതി, 3-ാമത്തെ എഴുതി ഒരു 2 വരി പോയപ്പോൾ ഇതാ ഒരു വാക്ക് കിട്ടണില്ല. നിങ്ങളിങ്ങനെ തല പുകഞ്ഞ് ആലോചിക്കുക. സമയം പോയിക്കൊണ്ടിരിക്കുന്നു, ടെൻഷനായി. തട്ടിയൊപ്പിച്ച ആ ഉത്തരം എഴുതി, ഇതാ അടുത്ത ഉത്തരം എഴുതാനായിട്ടും പറ്റണില്ല. ആ പരീക്ഷാ പേപ്പർ കിട്ടിയപ്പോൾ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ വായിച്ച ആ ഒരു പൂർണ്ണതയിൽ പരീക്ഷ എഴുതാൻ പറ്റിയില്ല. പരീക്ഷ കഴിഞ്ഞു, ഉത്തരക്കടലാസ് കൊടുത്തു, ഹാളിന് പുറത്തേക്ക് ഇറങ്ങി, ബാഗ് തുറന്നു, ബുക്ക് എടുത്തു. നിങ്ങൾ നോക്കി, വളരെ സിമ്പിളായിട്ടുള്ളൊരു വാക്കായിരുന്നു മറന്നുപോയത്. മനസ്സിൽ ഇങ്ങനെ ഓർത്തു, കർത്താവേ, ഒന്ന് ഓർമ്മിപ്പിച്ചായിരുന്നെങ്കിൽ ഞാനത് നന്നായിട്ട് എഴുതുമായിരുന്നല്ലോ. അല്ലേ? ഈ ഒരു അനുഭവത്തിലൂടെ മക്കളെ നിങ്ങൾ കടന്നു പോയിട്ടില്ലേ? അച്ഛൻ കടന്നു പോയിട്ടുണ്ട് പരീക്ഷയുടെ സമയങ്ങളിൽ. പ്രിയമുള്ളവരെ, ഓർക്കണം, ഞാനും നിങ്ങളൊക്കെ എത്ര പഠിച്ചാലും എത്ര പരിശ്രമിച്ചാലും ഈശോയുടെ ഒരു അനുഗ്രഹം കൂടെ വേണം. ഈശോയുടെ ഒരു അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിലേ എൻ്റെ പഠനം, എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ ആയിരിക്കുന്ന എൻ്റെ ജീവിത അന്തസ്സിൽ എനിക്ക് കൃപയിൽ മുന്നേറാൻ പറ്റുള്ളൂ. ആ ദൈവകൃപയിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കണമെങ്കിൽ ഈശോയുടെ അനുഗ്രഹം ഉണ്ടാകണം. അതിന് തടസ്സം നിൽക്കുന്നതാണ് എൻ്റെ ഏകാഗ്രതയെ നഷ്ടപ്പെടുത്തുന്നത്. അത് ചിലപ്പോൾ തെറ്റായ ബന്ധങ്ങളാകാം, മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷൻ ആകാം, സോഷ്യൽ മീഡിയയുടെ തെറ്റായ ഉപയോഗങ്ങളാകാം. ഏതുമാകട്ടെ, ദൈവകൃപയിൽ നിന്ന് എന്നെ അകറ്റുന്നത് എന്തോ ഞാൻ അതിൽ നിന്നും മാറി നിൽക്കണം. മക്കളെ, ഈശോ നിങ്ങളെ പരമേൽപ്പിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവമക്കളായിട്ട് ജീവിച്ചത്. പ്രിയമുള്ള മാതാപിതാക്കളെ അനുസരിച്ച് അവരോട് ചേർന്ന് നിൽക്കുന്ന ദൈവാനുഗ്രഹമുള്ള മക്കളായിട്ട് ജീവിക്കണം. ഇത്ര ഓർത്താൽ മതി. എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാനൊരു അഭിമാനമായിട്ട് ജീവിക്കും. എൻ്റെ ഈശോയുടെ മുൻപിൽ ഞാനൊരു നല്ല കുഞ്ഞായിട്ട് ജീവിക്കും. ബാക്കി ഈശോ നിങ്ങൾക്ക് കൂട്ടിച്ചേർത്തോളൂ. ഈശോയുടെ നല്ല മകനായി മകളായി ജീവിക്കുമ്പോണ്ടല്ലോ നിങ്ങളുടെ പഠന മേഖല അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ഭാവി സുരക്ഷിതമാകും. അതിൻ്റെ തടസ്സം നിൽക്കുന്ന എല്ലാം, ഈശോയിൽ നിന്ന് നമ്മളെ അകറ്റുന്നതെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് ഈ ദിവസങ്ങളിൽ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. അതിൽ നിന്ന് വിടുതൽ കിട്ടുമ്പോൾ പഠന മേഖല അനുഗ്രഹിക്കപ്പെടും. സെഫാനിയ 3:17 വചനം പറയുന്നു, വിജയം നൽകുന്ന യോദ്ധാവ് നിങ്ങളുടെ മധ്യത്തിലുണ്ട്, ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും. യോശുവ 1:9 തിരുവചനം പറയുന്നു, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെയുണ്ട്. എന്തിനാ? നിനക്ക് വിജയം നൽകുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ. ശക്തനായിരിക്കുക, ധീരനായിരിക്കുക. ജോഷുവോട് പറയുന്ന വചനങ്ങളാ. യോഹന്നാന്റെ 10:10 ഈശോ വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇതാ ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനാ, ജീവന്റെ സമൃദ്ധി നൽകാൻ. അപ്പൊ തമ്പുരാൻ കൂടെ ഉണ്ടാകും. നീ ദൈവത്തോട് ചേർന്ന് നിന്നാൽ അതിലേക്ക് നമ്മളെ നയിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ കൂടെ അച്ഛനെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ കാര്യം ഇതാണ്, പ്രിയമുള്ള മക്കളെ, മാതാപിതാക്കൾക്ക് വിധേയരായി ജീവിക്കുക എന്നത് ഈ പ്രായത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. മാതാപിതാക്കൾക്ക് വിധേയരായി ജീവിക്കുക. മാതാപിതാക്കളോട് പറയാൻ പാടില്ലാത്ത യാതൊന്നും ജീവിതത്തിൽ ഉണ്ടാകല്ലേ, അത് തെറ്റാ. അപ്പം നമ്മൾ എന്ത് കാര്യമാണ് രഹസ്യമാക്കി വെക്കുന്നത്? എന്താ രഹസ്യമാക്കി വെക്കുന്നത്?
അത് മറ്റുള്ളവരറിഞ്ഞാൽ നമുക്ക് മോശം, അല്ലെങ്കിൽ അത് ശരിയാവുകയില്ല. ഇപ്പോൾ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു, ചിലപ്പം വീട്ടിൽ പറയല്ല, പറഞ്ഞാൽ എന്നാ ചെയ്യും? അത് ചിലപ്പോൾ തല്ലു വരും, അല്ലെങ്കിൽ ദേഷ്യപ്പെടും. അപ്പോൾ ചിലപ്പോൾ നമ്മളത് പറയല. ഇനി തെറ്റായ ബന്ധങ്ങളുണ്ട്, നമ്മളത് പറയല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശമാണ്, തെറ്റാണെന്ന് നമുക്കറിയാം. അപ്പം പപ്പയോട്, മാതാപിതാക്കളോട് പറയാൻ പാടില്ലാത്ത യാതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകല്ലേ. അതിലേക്ക് നമ്മൾ മുന്നേറണമെങ്കിൽ മാതാപിതാക്കളോട് സ്നേഹം ഉണ്ടാകണം. ആ സ്നേഹത്തിലേക്ക് നമ്മളെ വളർത്തുന്നത് ദൈവകൃപയാണ്. അതിനായി എല്ലാ ദിവസവും വീട്ടിൽ പ്രാർത്ഥിച്ചേക്കണം. അച്ഛൻ അല്പം മുൻപ് പറഞ്ഞല്ലോ, പരീക്ഷാ ഹാളിൽ നമുക്ക് വിജയം വേണമെങ്കിൽ, ജീവിതത്തിൽ വിജയം വേണമെങ്കിൽ ദൈവം കൂടെ വേണം. ദൈവത്തെ ചേർത്ത് നിർത്തുന്ന, കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ ഒന്നും അച്ഛൻ പറയണില്ല. ഞായറാഴ്ചത്തെ വിശുദ്ധ ബലി, വേദപാഠം ഒഴിവാക്കിയുള്ള പഠനം വേണ്ട. വീട്ടിലെ കുടുംബ പ്രാർത്ഥന അത് ഒഴിവാക്കിയുള്ള ഒരു പഠനവും വേണ്ട. നമ്മൾ അതിലൊക്കെ ചേർന്നിരിക്കുമ്പോൾ ഉണ്ടല്ലോ വലിയ ദൈവകൃപയുണ്ടാവും. ജ്ഞാനം ഉണ്ടോ മക്കൾക്ക്? എന്താ മനോഹരമായൊരു ദൈവവചനം, ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 10-ാം തിരുവചനം. ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ നമ്മൾ നിറയപ്പെടും. സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ, വിവേകം നൽകണമേ, എല്ലാം ഓർമ്മപ്പെടുത്തി തരും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ലഭിക്കും. ദൈവത്തോട് നമ്മൾ ചേർന്നിരിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കണം. മക്കളെ, നമ്മുടെയൊക്കെ മാതാപിതാക്കൾ പറഞ്ഞു തന്ന വലിയ മാതൃകയതാ, ഈശോയോട് ചേർന്നിരിക്കുക, ബാക്കി ഈശോ കൂട്ടിച്ചേർത്തോളൂ. അപ്പം നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, വീട്ടിലെ കുടുംബ പ്രാർത്ഥനയിൽ അപ്പനും അമ്മയും ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ ജമാലയൊക്കെ ലീഡ് ചെയ്യേണ്ടത് ഞങ്ങളാണ്. ഇതിന് മാറ്റമൊന്നുമില്ല. ഇന്ന് ഓർക്കുന്നുണ്ട്, ഞങ്ങൾ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയിൽ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ 91 സങ്കീർത്തനം വായിക്കും എല്ലാ ദിവസവും. നിങ്ങളുടെയൊക്കെ വീട്ടിൽ വായിക്കുന്നില്ലേ? വായിക്കണം കേട്ടോ, ഈശോയുടെ സംരക്ഷണം അത് വായിക്കും. അപ്പം ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിലെ ഒരു 1-2 മിനിറ്റ് ലാഭിക്കാൻ വേണ്ടി ഞങ്ങളത് കാണാതെ പഠിച്ചു. ചേട്ടനും ചേച്ചിയും ഞാനൊക്കെ കാണാതെ പഠിച്ചു. 91 സങ്കീർത്തനം കാണാതെ പഠിച്ച നമ്മൾ ഈ മലയാള പദ്യം ചൊല്ലിയല്ലേ, അത് ചൊല്ലുന്ന പോലെ സ്പീഡ് ചൊല്ലിയ ഒരു 1.5 മിനിറ്റ് ലാഭിക്കാം. അപ്പോൾ കുഞ്ഞുനാളിൽ ഇതൊക്കെ വലിയ കാര്യമായിട്ടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ 1-ാമത്തെ ആഴ്ച ചേച്ചി, 2-ാമത്തെ ആഴ്ച ചേട്ടൻ, 3-ാമത്തെ ആഴ്ച ഞാൻ. അപ്പം ഞങ്ങളങ്ങനെ ഇതാ 91 സങ്കീർത്തനം ചൊല്ലി. വീണ്ടും ഒരു 1.5 ആഴ്ച, അപ്പോൾ 1.5 മാസം, വീണ്ടും ഒരു 3 ആഴ്ച, അങ്ങനെ ഒരു 1.5 മാസം പിന്നിട്ടു. അപ്പന് സന്തോഷം, അമ്മയ്ക്ക് സന്തോഷം. ഞങ്ങൾ ഒരധ്യായം ബൈബിൾ പഠിച്ചതിൻ്റെ. ഞങ്ങൾക്ക് സന്തോഷം 1.5 മിനിറ്റ് ലാഭിച്ചതിൻ്റെ. പ്രിയമുള്ളവർ, അപ്പം ഇങ്ങനെ കുടുംബ പ്രാർത്ഥന മുന്നോട്ട് പോകുന്ന 1.5 മാസം പിന്നിട്ടപ്പോൾ ഞങ്ങൾ 91 സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ഇതാ പുതിയ നിയമ ബൈബിളുമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു, പുതിയ നിയമം ഇനി വായിക്കേണ്ട ആവശ്യമില്ല, പഴയ നിയമം പുതിയ നിയമം അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല, എല്ലാം ദൈവവചന. അമ്മയുടെ അടുത്ത് ഞങ്ങൾ വലിയ തത്വങ്ങൾ പറയാൻ പോയി. അമ്മ അമ്പിനും വില്ലിനും എടുക്കണില്ല. പരാതിയുമായിട്ട് അപ്പൻ്റെ കോടതിയിൽ നമ്മൾ എത്തുക. ചില കാര്യം അങ്ങനെ അല്ല മക്കൾ. ഈ അപ്പനും അമ്മയും ഉണ്ടല്ലോ, ആ മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച പോലെ വരണത്. വലിയ സെറ്റായിട്ട് അവർ തീരുമാനിച്ചുറപ്പിച്ച് വന്നു. അപ്പൻ പറഞ്ഞു, മക്കളെ അമ്മ പറയണ പോലെ ചെയ്തേക്കാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, വീട്ടിലെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാൽ എന്ത് കിട്ടുള്ളൂ? കുരിശുവര കഴിഞ്ഞാലേ, കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാലേ ഭക്ഷണമുള്ളൂ. അമ്മ തുറന്നു തന്ന പുതിയ നിയമഭാഗം വായിച്ചു. ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ വളർന്നു വലുതായി. ചേച്ചി കുടുംബജീവിതം നയിക്കുന്നു. എൻ്റെ ചേട്ടനും ഞങ്ങൾ 2 പേരും അച്ഛന്മാരാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെയൊക്കെ അവധിക്ക് വീട്ടിൽ വരുന്നത് വർഷത്തിൽ ഒന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അമ്മ ഒരു 7 മണിയാകുമ്പോൾ മക്കളെ വായോ കുരിശ് വരയ്ക്കാം. ഞങ്ങൾ കുരിശ് വരയ്ക്കാനായിട്ട് അമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. കുഞ്ഞുനാളിൽ അമ്മയുടെ പാർട്ടിയിലായിരുന്നപ്പോൾ പപ്പയെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ പാർട്ടി ചേർത്തു. അപ്പം ഞങ്ങൾ ഒന്നിച്ചപ്പോൾ സംസാരം. അപ്പോൾ പപ്പയും ചേച്ചിയും ചേട്ടനും ഞാനൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. 7 മണി, 7:30, 8 ആകും, 8:30 അവസാനം അമ്മ മടുത്തിട്ട് പായ വിരിച്ചിടും കുരിശ് വരയ്ക്കാൻ. എന്നിട്ട് ഇങ്ങനെ പറയും, 2 മക്കൾ അച്ഛന്മാരാന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? വീട്ടിൽ വന്നാൽ ഞങ്ങളുടെ കുരിശ് വര തീർന്നു. പ്രിയമുള്ളവരെ, പിന്നെ ഇനി വല്ലതും കേൾക്കണോ? ഒന്നുമില്ല. അമ്മ വിരിച്ചിട്ട പായയിലിരിക്കുന്നു കുരിശ് വര. കുരിശ് വര ഇതാണ് തലമുറകളിലൂടെ വിശ്വാസം കൈമാറുന്നു. കുരിശുവരയുടെ സമയത്ത് ജപമാല ചെല്ലാൻ അമ്മ ഞങ്ങളെ നോക്കും, ഞങ്ങൾ ചേച്ചിയുടെ പിള്ളേരെ നോക്കും. തലമുറയിലേക്ക് വിശ്വാസം ഇപ്പോൾ പിള്ളേരെ ചെല്ലണത്. അത് കഴിയുമ്പോൾ അമ്മ ബൈബിൾ എടുത്തുകൊണ്ട് തരും. ഒരു ചോദ്യമില്ല, ഒരു പറച്ചിലുമില്ല. അമ്മ കാണിച്ചു തരുന്ന വചനഭാഗം വായിക്കും, കുരിശുവരെ അവസാനിപ്പിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കൾ കാണിച്ചു തന്ന മാതൃകയാണ്. ഈശോയിൽ പ്രിയമുള്ള മക്കളെ, വിശ്വാസത്തിൽ വളരാൻ നമ്മുടെ അപ്പനമ്മയൊക്കെ പഠിപ്പിച്ച ഈ മാതൃക ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ദൈവത്തെ ചേർത്ത് പിടിച്ചോ,
ദൈവാനുഗ്രഹം ഉണ്ടാവും. മാറിപ്പോയോ, ഈശോയുടെ സാന്നിധ്യം മാറിപ്പോയോ, സങ്കടങ്ങളായിരിക്കും, വേദനകളായിരിക്കും. ഈശോയോട് ചേർന്ന് നിൽക്കുക. കുടുംബ പ്രാർത്ഥനയിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. പ്രിയമുള്ള മാതാപിതാക്കളെ, സ്നേഹത്തോടെ അച്ഛൻ നിങ്ങളോട് പറയുകയാണ്, ജപമാല ചൊല്ലാൻ കുടുംബ പ്രാർത്ഥനയിൽ മക്കൾക്ക് അവസരം കൊടുത്തേക്കണം. 2 വചനം വായിക്കാനായിട്ട് വലിയൊരു പ്രോത്സാഹനം കൊടുത്തേക്കണം. 1 വചനം വായിക്കുമ്പോൾ ഈശോയുടെ സാന്നിധ്യം തന്നെയാണ്. വചനം വലിയ ദൈവാനുഗ്രഹമാണ്. യോഹന്നാൻ്റെ 1:1 വചനം ഇങ്ങനെ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ വചനം വായിക്കുമ്പോൾ ഉണ്ടല്ലോ മക്കളെ, നമ്മൾ വചനം വായിക്കുമ്പോൾ ഈശോയുടെ നിറഞ്ഞ സാന്നിധ്യമായിട്ട് നമ്മിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ജീവിതത്തെ വിശദീകരിക്കും. ഈശോ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ നിന്നിലെ പ്രകാശമുണ്ടാവും. ഈശോ കൂടെ ഉണ്ടെങ്കിൽ നിന്നിൽ വലിയൊരു പ്രകാശം ഉണ്ടാകും, ചൈതന്യം ഉണ്ടാകും. ഒരിക്കലും നിന്റെ ജീവിതത്തിൽ നിന്നും അതിനെ ആരും എടുത്തു മാറ്റില്ല. വലിയ ദൈവകൃപയുണ്ടാകും, വലിയ ദൈവാനുഗ്രഹം ഉണ്ടാവും. അങ്ങനെ തമ്പുരാനോട് ചേർന്ന് മക്കളെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഈശോയുടെ വലിയ കൃപകളും ഈശോയുടെ അനുഗ്രഹങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. നമ്മളൊക്കെ പഠിക്കാനിരിക്കുന്നതിന് മുൻപിൽ വചനമൊക്കെ എഴുതി വെച്ചൊന്ന് പഠിക്കണോട്ട്. ഇഷ്ടപ്പെട്ട 1-2 വചനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകുന്ന വചനങ്ങൾ. അച്ഛനൊരു വചനം ഓർമ്മപ്പെടുത്തി തരാം. ലൂക്കാ സുവിശേഷം 12:12. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് അറിവ് നൽകും, ജ്ഞാനം നൽകും, എല്ലാം ഓർമ്മപ്പെടുത്തി തരും. അപ്പോൾ ഈശോയുടെ ഈ വചനമൊക്കെ എഴുതി വെച്ച് പഠിക്കണം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് ഒരു 3 നന്മ പറഞ്ഞവരെയൊക്കെ ചൊല്ലി ഈശോയോട് നമ്മൾ ചേർന്നിരിക്കുമ്പോൾ, അമ്മയിലൂടെ ഈശോയോട് നമ്മൾ ചേർന്നിരിക്കുമ്പോൾ പ്രിയമക്കളെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഈ ഈശോയിൽ നിന്നും നമ്മൾ മാറരുത്. മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം, അനുസരിക്കണം. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ലോകത്തിൽ ദൈവം കഴിഞ്ഞാൽ ദൈവം നമുക്ക് സ്നേഹിക്കാനായിട്ട് തന്നിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ. ഒരിക്കലും ഒരു കുഞ്ഞിൻ്റെയും മോശം ഒരപ്പനും അമ്മയും ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ അവരോട് ചേർന്നിരിക്കണം. അവരുടെ കണ്ണുനീര് വീഴ്ത്താനായിട്ട് ഇടവന്നേക്കരുത്. അത് വലിയൊരു കാര്യമാണ്. ദൈവാനുഗ്രഹം മാതാപിതാക്കളിലൂടെയാണ് കടന്നു വരുന്നത്. കുടുംബത്തിൽ ഒന്നിച്ച് പ്രാർത്ഥിച്ച് അപ്പനും അമ്മയ്ക്കൊക്കെ സ്തുതി കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാത്. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുടുംബ പ്രാർത്ഥനയെക്കുറിച്ച് അച്ഛൻ എല്ലാ ടോക്കുകളിലും പറയുന്നതിൻ്റെ കാരണം ഇതാണ്. എന്തെല്ലാം മാറ്റിവെച്ചാലും കുടുംബ പ്രാർത്ഥന ഒരിക്കലും മാറ്റിവെക്കില്ല. ഈശോ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന വഴിയാണത്. ഹൃദയവാതിൽ ഈശോയ്ക്ക് തുറന്നു കൊടുക്കുന്നതാണ്. ഓരോ ദിവസവും ഈശോയെ നമ്മുടെ ഭവനത്തിൻ്റെ നാഥനായി സ്വീകരിക്കുന്നതാണ്. പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈശോയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതിനുവേണ്ടി നമ്മുടെ ഹൃദയവാതിലുകൾ തുറക്കാനായി ഈ ദിവസങ്ങളിൽ അമ്മ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ കുടുംബ പ്രാർത്ഥന അതിനേറ്റവും പ്രാധാന്യം കൊടുത്തേക്കണം. മക്കളൊന്നിച്ച് പ്രാർത്ഥിച്ചേക്കണം, ഈശോയോട് ചേർന്നിരുന്നേക്കണം. ഒന്നും കൂടി അച്ഛൻ ഓർമ്മപ്പെടുന്നു, അപ്പനോടും അമ്മയോടും പറയാൻ പാടില്ലാത്തതൊന്നും ജീവിതത്തിൽ ഉണ്ടായേക്കല്ലേ. അത് തെറ്റാണ്. ദൈവകൃപയിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നതിനത് കാരണമായി തീരുമെന്നതിൽ യാതൊരു സംശയമില്ല. ഒപ്പം തന്നെ നമ്മളെ സ്നേഹത്തോടെ നമ്മുടെ കൂടെയായിരിക്കുന്ന നമ്മുടെ അധ്യാപകരോട് വലിയ ബഹുമാനത്തോടെ ആദരവോടുകൂടി നമ്മളൊക്കെ പെരുമാറണം. ഒരിക്കലൊരു ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാൻ പോയി. വലിയ സങ്കടത്തോടു കൂടി അവർ പറഞ്ഞൊരു കാര്യം ഇതാണ്, അച്ഛാ ഇപ്പം ഈ പിള്ളേരെ പഠിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. 2 തല്ല് കൊടുക്കാൻ പറ്റിയില്ല. എന്തെങ്കിലുമൊക്കെ തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്തണമെങ്കിൽ വലിയ കഷ്ടപ്പാടാണ്. ഞാനൊക്കെ ഓർക്കുന്നുണ്ടോ, പണ്ടൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ സ്കൂളിൽ നിന്നൊരു തല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്നെങ്ങാനും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ പിന്നെ തീർന്നു. സ്കൂളിൽ നിന്ന് 2 കിട്ടിയാൽ വീട്ടിൽ നിന്ന് 4 ഉറപ്പാണ്. ഞങ്ങൾ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം അന്ന് നിക്കറൊക്കെ ഇട്ടുകൊണ്ടാണ് സ്കൂളിൽ പോകുന്നത്. നിക്കറും ഷർട്ടും ഒക്കെ ഇടുന്ന കാലഘട്ടം. അന്ന് ഞങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ, ഞങ്ങളുടെ ഒരു കുര്യൻ സാറുണ്ട്. സാറിൻ്റെ കയ്യിലുണ്ടല്ലോ ഈ 2 ചൂരലിങ്ങനെ അതൊക്കെ കെട്ടിയിട്ട് 2 സൈഡിലും റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ഇങ്ങനെ വടിയൊക്കെ ആയിട്ട് സാറ് നടക്കുന്നത്. അന്നത്തെ ടീച്ചേഴ്സിനൊക്കെ എന്നാ ആരോഗ്യമാണെന്നറിയോ അല്ലേ? എത്ര പടക്കെന്ന് പറഞ്ഞ് പിള്ളേർക്കിട്ട് 4 തല്ല് കൊടുത്താലും കൈക്കൊക്കെ നല്ല ആരോഗ്യമാണ്. ഞങ്ങളുടെ സ്കൂളിൽ ക്രിക്കറ്റ് കളിക്കാനായിട്ട് പാടില്ല ആ ഒരു സമയത്ത്. അപ്പം അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് സ്റ്റാഫ് മീറ്റിങ്ങിൻ്റെ സമയത്ത് ക്രിക്കറ്റ് കളിച്ചു. ഞങ്ങളുടെ ക്ലാസ്സിലെ പെൺപിള്ളേരുണ്ട്, അവർ പോയിട്ട് പിയൂണിനോട് പറഞ്ഞു, അങ്ങനെയാ ഈ UP സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ശത്രുക്കളാണ്. അങ്ങനെയൊക്കെയുള്ളൊരു സമയം അവർ പിയൂണിനോട് പറഞ്ഞു, പിയൂൺ ഞങ്ങളെ ഹെഡ് മാസ്റ്ററിനോട് പറഞ്ഞു ഞങ്ങളെ വിളിപ്പിച്ചു. സാറിതാ ഞങ്ങളിങ്ങനെ നിരന്ന് നിൽക്കുക, 10-20 പേരുണ്ട്, ചോദ്യം പറച്ചിലൊന്നുമില്ല. മക്കളെ ക്രിക്കറ്റ് കളിച്ചോ? കണ്ട കാര്യമാണ്, നുണ പറഞ്ഞിട്ട് കാര്യമില്ല.
എല്ലാവരും സമ്മതിച്ചു. അപ്പം എല്ലാവർക്കും ഒന്നും പറയണ്ട, ഈ തുടക്കിങ്ങനെ ഉണ്ടല്ലോ, ഈ നിക്കറിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഈ 2 തല്ല് വരുമ്പോഴല്ലോ നല്ല സുഖമാണ്, നല്ല പാട് വീഴും. കണ്ണിക്കൂടെ പൊന്നീശ പറക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഈ അടി കിട്ടി നമ്മൾ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ വരവേൽക്കാനായിട്ട് ക്ലാസ്സിലെ പിള്ളേർ നിൽക്കുക. നമ്മുടെ അഭിമാനം സമ്മതിക്കുമോ കരയാൻ? ഇല്ല. കണ്ണിക്കൂടെ കണ്ണീര് വന്നാലും പുഞ്ചിരിച്ചുകൊണ്ട് നമ്മൾ ക്ലാസ്സിലേക്ക് പോകും. വീട്ടിലെത്തുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. കാര്യം തുടക്കിയിട്ടാണ് അടി കിട്ടിയതെങ്കിലും നമ്മുടെ മുഖത്തുനിന്ന് അമ്മ അത് വായിച്ചെടുക്കും. മുഖത്തുനിന്ന് അമ്മ വായിച്ചെടുക്കും. അമ്മ അന്ന് പറയും, ഇന്ന് കൊച്ചിനെ ഞാൻ കുളിപ്പിക്കാം, ആഴ്ചയിലൊന്ന് അമ്മ തേച്ച് കുളിപ്പിക്കും. സമ്മതിക്കുമോ? ഞാൻ സമ്മതിക്കുകയില്ല. ജന്മം ചെയ്താൽ അന്ന് കുളിപ്പിക്കാൻ സമ്മതിക്കുകയില്ല. കാരണം തുടയിലെ പാടമ്മ കാണും. അപ്പം അമ്മ അടുക്കളയിൽ എന്തെങ്കിലും ധൃതിയിൽ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മെല്ലെ കുളിയൊക്കെ കഴിയും. കുളി നമ്മുടെ ആസ്വാദനത്തിൻ്റെ കുളി നമ്മൾ ഒത്തിരി സമയം എടുത്താൽ. അപ്പം ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ എപ്പോഴെങ്കിലും വന്ന് നോക്കിയിട്ടുണ്ടാകും. ഈ അടി കിട്ടിയ പാടൊക്കെ അമ്മ കണ്ടിട്ടുണ്ടാകും. അമ്മ ഇതാ ഞാനിങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് തോർത്തൊക്കെ എടുത്ത് റൂമിലേക്ക് വരുമ്പോൾ അടുക്കളയിൽ നിന്ന് വന്ന് എവിടുന്നാന്നറിയത്തില്ല പറന്ന് വന്ന് തുടക്കിയിട്ട് ഈ അടി കിട്ടിയതിൻ്റെ താഴെയായിട്ട് അമ്മ കൈയും കൊണ്ട് ഒരടിയും കൂടെ തരും. നല്ല സുഖമാണ്. ഈ കുളിച്ച് കഴിഞ്ഞ് തോർത്തെടുത്ത തുടയിൽ ഈ കൈ വെച്ച് അടി കിട്ടിയാണ്ടല്ലോ 5 വിരലിൻ്റെ പാടും പതിയും. കണ്ണിൽ കൂടി ഇങ്ങനെ കണ്ണീര് വരും. നല്ലൊരു ഫീലിംഗ് അത്. അമ്മയോട് അന്നേരം അടി കിട്ടിയതിൻ്റെ കാരണം എന്താണെന്ന് പറയാൻ നിന്നാൽ അടിയുടെ എണ്ണം കൂടുകയുള്ളൂ. ഒന്നും പറയല, പെട്ടെന്ന് ഓടി രക്ഷപ്പെടും. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളൊക്കെ പഠിച്ച കാലഘട്ടം. പക്ഷെ ഇന്ന് ടീച്ചേഴ്സിന് പിള്ളേരെ തല്ലാനായിട്ട് പേടിയാണ്. പിള്ളേർ വീട്ടിൽ വന്ന് പറയുന്നതോ അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഈ പിള്ളേരൊക്കെ വീട്ടിൽ വന്ന് പറയണതും തല്ലുകിട്ടിയതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെ. വലിയ പേടിയൊക്കെ ഉള്ള ഒരു കാലഘട്ടം. ഓർത്തേക്കണോട്ടോ പ്രിയമുള്ള മക്കളെ, ഈ മാതാപിതാക്കളിലൂടെ അധ്യാപകരിലൂടെയൊക്കെ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു കൊച്ചു കഥ പറയാം. ഒരിക്കലൊരു കൊച്ചു കുടുംബം അവരൊരു യാത്ര കഴിഞ്ഞ് തിരികെ അവരുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ഒരു മലയോര ഗ്രാമത്തിലെ വീട്. ആ വീട്ടിലേക്ക് എത്തുമ്പോൾ വീട്ടിന് തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ അവരിറങ്ങി. അവിടെ ഇതാ ഒരു കൊച്ചു കട. ആ കടയിൽ ഒരു കുല പഴം. അമ്മയുടെ ഇളയിലിരിക്കുന്ന 2 വയസ്സുള്ള കൊച്ച് അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കൊരു പഴം വേണം. ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് വേണമെന്ന് പറഞ്ഞു. അമ്മ അപ്പനോട് പറഞ്ഞു. അപ്പൻ പഴം വാങ്ങി 1 കിലോ പഴവും വാങ്ങി അവർ വീട്ടിലേക്ക് പോകുന്നു. കുഞ്ഞ് പോകുന്ന വഴിയിൽ അമ്മയോട് വീണ്ടും പഴം ആവശ്യപ്പെട്ടു. അമ്മ പഴമെടുത്ത് പൊളിച്ച് കുഞ്ഞിന് കൊടുത്തു. കുഞ്ഞ് കിടന്ന് കരയാൻ തുടങ്ങി. അത്ഭുതത്തോടെ അമ്മ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അമ്മ പൊളിച്ചു കളഞ്ഞ പഴത്തൊലിയെ നോക്കിയിട്ടാണ് ഈ കുഞ്ഞ് കരയണത്. അമ്മ കുഞ്ഞിന് കരയുന്ന കുഞ്ഞിന് അമ്മ പഴത്തൊലി കൊടുക്കുവോ? ഇല്ല. 2 വയസ്സുള്ള കൊച്ച് പഴത്തൊലി നോക്കി കരഞ്ഞാൽ പഴത്തൊലി അമ്മ കൊടുക്കില്ല. അമ്മയ്ക്കറിയാം അതല്ല പഴമാ കൊടുക്കേണ്ടത്. പക്ഷെ കുഞ്ഞിനറിയത്തില്ല. ഈ കുഞ്ഞിന് 5 വയസ്സായാൽ അതിനറിയാം. ഇതുപോലെയാണ് പ്രിയ മക്കളെ, അപ്പനും അമ്മയും പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനായിട്ട് ഈ പ്രായത്തിൽ നമുക്ക് അസ്വസ്ഥതകളുണ്ടാകാം, ബുദ്ധിമുട്ടുകളുണ്ടാകാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടിയിട്ട് അവർ പറയുന്നത് അവരെ അനുസരിച്ചേക്കണം, അവരോട് ചേർന്ന് നിന്നേക്കണം. ജീവിക്കുവാണെങ്കിൽ അഭിമാനമായിട്ട് അപ്പൻ്റെ അമ്മയുടെ നല്ല മക്കളായിട്ട് ജീവിച്ചേക്കണം. തെറ്റായ ബന്ധങ്ങളിലേക്കൊന്നും പോയേക്കരുത്. നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്ന തെറ്റായ ബന്ധങ്ങളിലേക്ക് ഒരിക്കലും മക്കളെ പോയേക്കരുത്. മറ്റു മതങ്ങളിൽപ്പെട്ട ബന്ധങ്ങളിലേക്ക് ഒന്നും പോയേക്കരുത്. ജീവിതത്തിൻ്റെ നന്മയെ നഷ്ടപ്പെടുത്തുന്ന യാതൊന്നും മക്കളെ ചെയ്തേക്കല്ല്. ഈ പ്രായത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം നന്നായി പഠിക്കുക, ഈശോയുടെ മക്കളായി ജീവിക്കുക, ദൈവാനുഗ്രഹമുള്ള മക്കളായിട്ട് ജീവിക്കുക. കൈകളൊന്ന് കുപ്പിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചോ. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവ മനുഷ്യ പ്രീതിയിൽ ജീവിച്ചു. നമ്മുടെ പ്രിയമുള്ള മക്കൾ ദൈവത്തിൻ്റെ പ്രീതിയിൽ സ്നേഹമുള്ള കുഞ്ഞുങ്ങളായി, വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങളായി ജീവിക്കുവാനായിട്ട് ഈശോയെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. പ്രത്യേകമായിട്ട് ഭവനങ്ങളിൽ നിന്നും വിദൂരങ്ങളായിരിക്കുന്ന മക്കളെയൊക്കെ ഓർത്ത് അവരെയൊക്കെ സമർപ്പിച്ചോ, പ്രാർത്ഥിച്ചോ. ദൈവം നൽകിയ ഈ ജീവിതാന്തസ്സിൽ, ദൈവം ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ വിളിയിൽ, ഈ നിയോഗത്തിൽ ഏറ്റവും കൃപയോടെ അനുഗ്രഹമുള്ള മക്കളായിട്ട് തീരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പ്രവൃത്തിയായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ്. എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട്, അമ്മ മാതാവേ,
ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ എന്നുള്ള ഒരു പ്രാർത്ഥന, എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥന നമ്മൾ ആരാധനയിൽ നമ്മൾ ചൊല്ലും. ഒപ്പം ഇന്നേ ദിവസം നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് സാധിക്കുന്ന സമയങ്ങളിലെല്ലാം ഒരു 7 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 9 പ്രാവശ്യമൊക്കെ അങ്ങനെ ചെല്ലാനായിട്ട് സാധിക്കുന്നവരങ്ങനെ ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും ഭക്തിയോടെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഈശോയുടെ സന്നിധിയിലേക്ക് ചേർത്ത് കൊടുത്തുകൊണ്ട് ദിവികാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന. ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന. ഹല്ലേലൂ 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 ഹല്ലേലൂയാ. ഹല്ലേലൂ 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 ഹല്ലേലൂയാ. ഹല്ലേലൂ 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 ഹല്ലേലൂയാ. ഹല്ലേലൂ 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 ഹല്ലേലൂയാ. യേശുനാഥന് ആരാധന, യേശുനാഥന് ആരാധന, യേശുനാഥന് ആരാധന, യേശുനാഥന് ആരാധന. യേശുനാഥന് ആരാധന യേശുനാഥന് ആരാധന, ഉണർവോടെ പാടട്ടെ. യേശുനാഥന് ആരാധന, യേശുനാഥന് ആരാധന. എല്ലാവരും ചേർന്ന് ഹല്ലേലൂ 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 ഹല്ലേലൂയാ. ആമേൻ. ഹല്ലേലൂ 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 ഹല്ലേലൂയാ. ഹല്ലേലൂ 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 ഹല്ലേലൂയാ. പാടി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂ 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 ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവത്തിൻ്റെ വാഗ്ദാനമേ, ഞങ്ങളെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ പ്രചോദനമേ, ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ആത്മാവായ ദൈവമേ, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന് ആരാധന, പരിശുദ്ധാത്മാവിന് ആരാധന, ചേർന്ന് പാടിയേ. പരിശുദ്ധാത്മാവിന് ആരാധന, പരിശുദ്ധാത്മാവിന് ആരാധന. എല്ലാവരും പാടിയേ. പരിശുദ്ധാത്മാവിന് ആരാധന, ആത്മാവേ, പരിശുദ്ധാത്മാവിന് ആരാധന, Holy Spirit, power. പരിശുദ്ധാത്മാവിന് ആരാധന, പരിശുദ്ധാത്മാവിന് ആരാധന. ചേർന്ന് കരം പിടിച്ച് പാടിയേ. ഹല്ലേലൂ 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 ഹല്ലേലൂയാ. ഹല്ലേലൂ 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 ഹല്ലേലൂ
പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളൊക്കെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. സ്തുതിക്കട്ടെ. എല്ലാവരും കുടുംബം ഒന്നിച്ച്, അപ്പനും അമ്മയും മക്കളും ഒന്നിച്ച് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഇതാ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദിവികാരുണീശോയെ ആരാധിക്കട്ടെ, സ്തുതിക്കട്ടെ. നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. നന്ദി. ആരാധന. ഹല്ലേലൂയ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ ആരാധിക്കുന്നു ഞങ്ങൾ, സ്തുതിക്കുന്നു ഞങ്ങൾ, മഹത്വപ്പെടുത്തുന്നു. കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ, ഈ ദിനങ്ങളിലെ ശുശ്രൂഷകളിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അധരങ്ങളിൽ യേശുനാമം, ഹൃദയങ്ങളിൽ യേശുനാമം സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഗീതികളോട് ചേർന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബം ഒന്നാകെ സ്തുതിക്കട്ടെ. ആരാധന. പരിശുദ്ധനേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ത്രിയേക ദൈവത്തെ ആരാധിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസങ്ങളിലെ ശുശ്രൂഷകളിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന അനന്ത നന്മയായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതുല്യമായ കൃപകളാൽ അനുഗ്രഹങ്ങളാൽ ഞങ്ങളുടെ ഭവനങ്ങളെ അലങ്കരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യീശോയെ നോക്കട്ടെ. ബലഹീനങ്ങളായ ഞങ്ങളുടെ എളിയ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തുന്ന ബലവാനായ ദൈവമേ, നിന്റെ കൃപയിൽ നിന്റെ അനുഗ്രഹത്തിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുന്ന ഞങ്ങളെ നീ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. കരങ്ങൾ കൂപ്പി എളിമയോടെ താഴ്മയോടെ കർത്താവിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ 147 സങ്കീർത്തനത്തിൻ്റെ 6 തിരുവചനം, കർത്താവ് എളിയവരെ ഉയർത്തുന്നു. 147 സങ്കീർത്തനം 6 തിരുവചനം, കർത്താവ് എളിയവരെ ഉയർത്തുന്നു. എളിമയോടെ കർത്താവിൻ്റെ മുൻപിലായിരിക്കട്ടെ. തമ്പുരാൻ്റെ മുൻപിൽ എളിമയോടെ ആയിരിക്കുമ്പോൾ ഇതാ കർത്താവ് നിന്റെ കാതുകളിൽ മന്ത്രിക്കുന്നു. വിശുദ്ധ പത്രോസ്ലീഹയുടെ 1 ലേഖനം 5 അധ്യായത്തിൻ്റെ 6 തിരുവചനം, കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ. തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ആകുലതകൾ ഉത്കണ്ഠകൾ അവിടുത്തെ ഭരമേൽപ്പിക്കുവിൻ. നിങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ്. കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ. തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ആകുലതകളെ ഉത്കണ്ഠകളെ അവിടുത്തെ ഭരമേൽപ്പിക്കുവിൻ. നിങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ്. നിന്നെക്കുറിച്ച് ശ്രദ്ധയുള്ള, നിന്നെക്കുറിച്ച് കരുതലുള്ള നിന്റെ ദൈവമിതാ നിന്റെ മുൻപിൽ. തമ്പുരാന്റെ സന്നിധിയിലേക്ക് നീ ആഗ്രഹത്തോടെ നിന്റെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. സങ്കീർത്തനം 61:2 തിരുവചനം, ഹൃദയം തകർന്ന് ഞാൻ ഭൂമിയുടെ അതിർത്തികളിൽ നിന്നും നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാ. ദൈവമേ, അപ്രാപ്യമായ പാറയുടെ മുകളിൽ എന്നെ നീ കയറ്റി നിർത്തണമേ. എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കണില്ല ദൈവമേ. എൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, പാപത്തിൻ്റെ ബന്ധനങ്ങൾ, തിന്മയുടെ സ്വാധീനങ്ങൾ എന്നെ വലയം ചെയ്യുമ്പോൾ വിശുദ്ധിയോടെ, കൃപയോടെ, അഭിഷേകത്തോടെ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും തമ്പുരാന് സാധിക്കുന്നില്ല. പ്രാർത്ഥിക്കട്ടെ, നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. തമ്പുരാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. യേശുവിൻ്റെ വാഗ്ദാനമായ, ദൈവത്തിൻ്റെ വാഗ്ദാനമായ, സ്വർഗത്തിൻ്റെ ചൈതന്യമായ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ ദൈവത്തെ മക്കൾക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു വലിയ കൃപ നൽകും. ദൈവം നൽകിയ മക്കൾക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുമ്പോൾ തീർച്ചയായും ദൈവകൃപയിൽ നമ്മുടെ മക്കൾ ജീവിക്കും. പ്രിയമുള്ള മാതാപിതാക്കളെ ഓർക്കണം, മറ്റെന്ത് നൽകിയാലും ദൈവത്തെ കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവകൃപയിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മക്കള് മാറിപ്പോകും.
പിന്നീട് നമ്മൾ വലിയ കണ്ണുനീരോടെ സങ്കടത്തോടെ അതിനെക്കുറിച്ച് വിലപിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ കൊടുക്കുവാൻ, ദൈവം നൽകിയ മക്കൾക്ക് ദൈവത്തെ കൊടുക്കണം. അതിനവരെ കുടുംബ പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തും. വചനം വായിക്കുവാനായിട്ട് അവരെ പഠിപ്പിക്കും. അതിനുള്ള പ്രോത്സാഹനങ്ങൾ നൽകും. ജപമാലയിലൂടെ, പരിശുദ്ധ അമ്മയിലൂടെ അവർ ഈശോയിലേക്ക് അടുപ്പിക്കും. ഞായറാഴ്ചത്തെ വിശുദ്ധ ബലിയും അനുദിന കുടുംബ പ്രാർത്ഥനയും ഒഴിവാക്കിയുള്ള ഒരു കാര്യങ്ങളിലേക്ക് മക്കളെ വിടില്ല. ഇങ്ങനെയൊക്കെയുള്ള ആത്മീയ ജീവിതത്തെ വളർത്തുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനുമുള്ള വലിയൊരു ചൈതന്യം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. ഒപ്പം കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃക, കുടുംബത്തിൽ അപ്പനും അമ്മയും സ്നേഹത്തോടെ ജീവിക്കുന്ന, തമ്പുരാനോട് ചേർന്നിരിക്കുന്ന നല്ല മാതൃക കൊടുത്ത് മക്കളെ ദൈവകൃപയിൽ നയിക്കുവാൻ ദൈവത്തിൻ വാഗ്ദാനമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് വിഷനള്ളി വരണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആഗ്രഹത്തോടെ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദിവികാരുണി ഈശോയെ നോക്കി എല്ലാവരും ചേർന്ന് പാടുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ വാഗ്ദാനമാ പാവനാത്മാവേ വരൂ, സ്വയം നോക്കിക്കൊണ്ട് ഹൃദയത്തിൽ ആശ്വാസദായകനേ ആമോദമേകാൻ വരൂ. ഇരുകരങ്ങളെ നീട്ടിപ്പിടിച്ച് ദൈവത്തിൻ വാഗ്ദാനമാ, ദൈവത്തിൻ വാഗ്ദാനമാ പാവനാത്മാവേ വരൂ, ആത്മാവിനയക്കണമേ. ആശ്വാസദായകനേ ആമോദമേകാൻ വരൂ. പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളെ ദൈവത്തിൻ വാഗ്ദാനമാ പാവനാത്മാവേ വരൂ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചേർന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ ആശ്വാസദായകനേ സ്നേഹന്മാരെ ചേർത്ത് നിർത്തി ആത്മാവിന്റെ നിറവിലേക്ക് നയിച്ച അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആത്മാവിന്റെ നിറവുണ്ടാകുവാൻ, ആത്മാവിന് വലിയ അഭിഷേകം, ആത്മാവിന് വലിയൊരു ചൈതന്യം പകർന്നു നൽകണമേ. ആശ്വാസദായകനേ ആമോദമേകാൻ വരൂ. കരങ്ങൾ ഹൃദയത്തോട് ചേർന്ന് സ്വന്തമായി ഈശോയെന്ന് നോക്കട്ടെ. ഈശോ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ, എന്നെ നീ ശക്തിപ്പെടുത്തണമേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആയിരിക്കുന്ന എൻ്റെ ജീവിത മേഖല അങ്ങ് നൽകിയ ദൈവവിളിയിൽ, കൃപയിൽ, അഭിഷേകത്തോടെ മുന്നേറുവാൻ ദൈവത്തിൻ്റെ വാഗ്ദാനമേ, എന്നിൽ നീ വന്ന് നിറയണമേ. ചൈതന്യമായി, അഭിഷേകമായി എന്നെ നീ ശക്തിപ്പെടുത്തുവാൻ എൻ്റെ കൂടെ വരണമേ. ആഗ്രഹത്തോടെ ചേർന്ന് പാടാം, പ്രാർത്ഥിക്കാം. ദൈവത്തിൻ വാഗ്ദാനമാ പാവനാത്മാവേ വരൂ, ആത്മാവേ വരണമേ. ആശ്വാസദായകനേ ആമോദമേകാൻ വരൂ. പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ വിമലസങ്കേതം നമ്മുടെ ശുശ്രൂഷയുടെ 7-ാം ദിനം വലിയ കൃപകളാൽ, അഭിഷേകങ്ങളാൽ ഈശോ നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസങ്ങളാണ്. ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ നമുക്ക് ചേർത്ത് വയ്ക്കാം, സമർപ്പിക്കാം. ഈശോയെ, ഈ ദിവസങ്ങളിലൂടെ പ്രിയപ്പെട്ട മക്കൾ അയച്ചു തരുന്ന എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നാഥാ ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ വൻ കൃപകൾ എല്ലാവരിലേക്കും ചൊരിയണമേ. 145 സങ്കീർത്തനം 18 തിരുവചനം, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് കർത്താവ് സമീപസ്ഥനാണ്. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു. അപ്പം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് തമ്പുരാൻ ഉത്തരം നൽകുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് പരിപാലിക്കുന്നു. കർത്താവേ, ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഇപ്പോൾ ഈ നിമിഷം നിന്റെ സന്നിധിയിൽ ഹൃദയപരമാർത്ഥതയോടെ, ഉള്ളു നിറഞ്ഞ ഹൃദയത്തോടെ
കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രിയ മക്കളുടെ യാചനകൾക്ക്, നിയോഗങ്ങൾക്ക് നീ കൃപയും അനുഗ്രഹവും വർഷിക്കണമേ. പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരിലും അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോയെ നിന്റെ വലിയ കൃപകൾ അഭിഷേകം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിയോഗം, പ്രത്യേകമായിട്ട് ഇന്ന ദിവസത്തെ നമ്മുടെ നിയോഗത്തെ നമുക്ക് ഓർക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാം, സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയും അഭിഷേകവും അവരിൽ ഉണ്ടാകുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിലേക്ക് അയച്ചു വന്നിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു, സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളിയുടെ ജോലി തടസ്സം മാറിക്കിട്ടാൻ, പരീക്ഷയിൽ വിജയം കൈവരിച്ച്, ഇൻ്റർവ്യൂവിൽ വിജയം കൈവരിച്ച്, ജോലി തടസ്സം മാറി നല്ല ജോലിക്ക് വേണ്ടി ഇതാ പ്രാർത്ഥന നിയോഗം സമർപ്പിക്കുന്ന കർത്താവെ, എല്ലാ തടസ്സങ്ങളെയും എടുത്തു മാറ്റണമേ. ദൈവത്തിൻ്റെ ദൂതരെ അയക്കണമേ. ഇസ്രായേൽ സമൂഹം ചെങ്കടലിൻ്റെ മുൻപിൽ നിന്നപ്പോൾ അങ്ങയുടെ കൃപയാൽ ചെങ്കടലിനെ വിഭജിച്ച് അനുഗ്രഹിച്ച ദൈവമേ, ഇസ്രായേൽ സമൂഹത്തെ നയിച്ച ദൈവമേ, എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി നിന്റെ കൃപയാൽ, അഭിഷേകത്താൽ ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു പ്രാർത്ഥനാ നിയോഗം, വീട്ടിലെ കടബാധ്യതകൾ മാറും. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് ഒത്തിരി നിയോഗങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥപ്പെടുന്ന കുടുംബങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. കർത്താവേ, ഫിലിപ്പിയർ 4:19 അങ്ങയുടെ സമ്പത്തിൻ്റെ സമൃദ്ധിയിൽ നിന്ന് സ്വർഗത്തിൻ്റെ എല്ലാ കൃപകളും എല്ലാവരിലേക്കും ചൊരിയണമേ. സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ കുടുംബങ്ങളിലേക്ക് വർഷിക്കണമേ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനത്തിൻ്റെ അഭിഷേകം, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഒന്നേറ്റ് പറഞ്ഞ് പ്രാർത്ഥിച്ച്, എൻ്റെ ദൈവം, എല്ലാവരും നേറ്റ് പറഞ്ഞ്, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. കർത്താവായ ഈശോയെ, ഈ വചനത്തിന്റെ അഭിഷേകത്താൽ കടബാധ്യതകളിൽ നിന്ന്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കണമേ. സാമ്പത്തിക ഭദ്രത നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോലി തടസ്സങ്ങളെ എടുത്തു മാറ്റണമേ. ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുടെ മേൽ ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുടെ മേൽ ഈശോയെ നിന്റെ വഴിയൊരുക്കണമേ. ഈശോയെ തടസ്സങ്ങളെ എടുത്തു മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മറ്റൊരു നിയോഗം കൂടെ, ശരീരത്തിൻ്റെ അലർജി രോഗങ്ങളിൽ നിന്ന് വിട്ടുമാറാത്ത വലിയൊരു അസ്വസ്ഥതയാണ്. അലർജി രോഗങ്ങളിൽ നിന്ന് വിടുതൽ കർത്താവിൻ്റെ സന്നിധിയിൽ സൗഖ്യത്തിനായി കടന്നു വന്ന എല്ലാവരെയും ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ഈശോയെ, എല്ലാ അലർജി രോഗങ്ങളിൽ നിന്ന് സൗഖ്യം നൽകി, വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. നമ്മുടെ മറ്റു നിയോഗങ്ങളെ മനസ്സിലോർക്കാം. ദിവികാരണ ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ ഈശോ സമൃദ്ധമായിട്ട് കൃപകൾ, അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങളുടെ നിയോഗങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരാം. ദിവികാരണ ഈശോയുടെ സന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുകളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒപ്പം ആരാധനയിൽ നമ്മളത് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോ ഉണ്ടല്ലോ, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥന. സ്വയ സങ്കീർത്തനം 145:18 തിരുവചനത്തിൻ്റെ അഭിഷേകത്താൽ ഈ നിമിഷം നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയ മക്കളുടെ പ്രാർത്ഥന നിയോഗങ്ങളുടെ മേൽ അനുഗ്രഹം വർഷിക്കണേ. പ്രാർത്ഥിക്കട്ടെ. നമുക്ക് മുട്ടിന്മേലായിരിക്കും ശുശ്രൂഷകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരിലും വലിയ ദൈവാനുഭവം ഉണ്ടാകുക. സ്വയം നീ കൃപ ചൊരിയണം. പരിശുദ്ധ അമ്മയുടെ വലിയൊരു സംരക്ഷണം, മേലങ്കിയുടെ സംരക്ഷണം, ഇത് ഞങ്ങൾ ഈശോയിലേക്ക് എന്നും അടുപ്പിക്കുന്ന സംരക്ഷണം ഞങ്ങൾക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഭക്തിയോടെ നമുക്ക് മുട്ടിന്മേലായിരുന്ന കർത്താവിൻ്റെ കൃപ തുളുമ്പുന്ന അഭിഷേകത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും
വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നന്മ പ്രവൃത്തി. എല്ലാ കുഞ്ഞുങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന 9 പ്രാവശ്യം ചൊല്ലുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായി വിമല സങ്കേതം എന്ന് ടൈപ്പ് ചെയ്ത് നിയോഗത്തോടുകൂടി 9605818881 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക.